നാട്ടുകാരെ, നിങ്ങളിത് ശ്രദ്ധിക്കൂ. ഇന്ന് വണ്ണപ്പുറത്ത് നിന്ന് ചീങ്കസിറ്റിക്ക് പോരുന്ന വഴിക്ക് നമ്മുടെ പാലം പണിയുന്നതിൻ്റെ തൊട്ടടുത്ത് അതിഭയങ്കരമായ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി അടിയിലത്തെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയി. വലിയ ഗർത്തമാണ്. ഇന്നിപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഇത് കണ്ടു. ഉടനെ തന്നെ ഒരു നോബോർഡും ഒരു ജാറും ഞാൻ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അത് വലിയ വണ്ടികളൊന്നും കടന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ വീല് ആ ഗർത്തത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ടു വീലറുകാർക്ക് അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേൽനടപടികൾ സ്വീകരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ വേണം ഇതിന്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, റോഡ് എത്ര നന്നാക്കി പണിതാലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇങ്ങനെ പൊട്ടുന്നത് മൂലം ഒരു രീതിയിലും അത് നല്ല രീതിയിൽ കിടക്കില്ല എന്നുള്ളതിന് ഒരു തെളിവാണിത്. ടൈല് പാകി നല്ല ഭംഗിയായിട്ടിട്ടിരുന്ന റോഡാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് എപ്പോഴും പൊട്ടുന്നു. അതിനൊരു ശാശ്വത പരിഹാരം കാണാതെ ഒരിക്കലും ഈ റോഡ് നന്നാകത്തില്ല. ഈ റൂട്ടിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാളെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നാളെ സ്കൂൾ വണ്ടികളും ഒക്കെയുള്ള വലിയ വണ്ടികൾ പോകുമ്പോൾ ഇവിടെ സൈഡ് കൊടുക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം ഒന്നെങ്കിൽ ആ പാലം പണിതിട്ട് ഇതുവരെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടില്ല. ആ പാലത്തിലൂടെ വണ്ടി പോകാനുള്ള ഒരു ശാശ്വത പരിഹാരമെങ്കിലും കണ്ടില്ലെങ്കിൽ നാളെ ഈ വഴി ബ്ലോക്കായി മാറും. അതിനൊരു സംശയവും വേണ്ട. അതിനടിത്തട്ടിലെ മുഴുവൻ മണ്ണും ഒലിച്ചു പോയിരിക്കുകയാണ്. ഇത് വലിയ വണ്ടികൾ പോരുമ്പോൾ ഇത് താഴത്തേക്ക് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിലൊരു മേൽ നടപടികൾ സ്വീകരിക്കുക. ഇതിന് നടപടിയെടുക്കണമെന്നും ഉള്ളവർ കമൻറ്റ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക.